ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 6-ൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഒരു 4 ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ഡിഫ്യൂഷൻ മാസ് ട്രാൻസ്ഫറിൽ നമുക്ക് 4 ടൈപ്പുള്ള, അതിനെ ABCD എന്നൊക്കെ പറയും. നമ്മൾ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ അകത്ത് എന്തായിരുന്നു, ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ഗ്യാസ് ഒരു മെമ്പറൈൻ്റെ അകത്ത് കൂടെ പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യണം. ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഡിഫ്യൂസ് ചെയ്യണം. ഈ പരിപാടിയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഫസ്റ്റ് മോഡ് ഓഫ് ഡിഫ്യൂഷൻ, അതായത് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ഓഫ് സ്റ്റഡി സ്റ്റേറ്റിൽ ഒരു ഗ്യാസ് അതിൻ്റെ ഒരു മെമ്പറൈൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ഇത് എത്രയേ ഉള്ളൂ. അതിൽ ഓർത്തിരിക്കേണ്ടത് എന്താണ്, ഒറ്റ ടൈപ്പ് ഗ്യാസ്, 2 മെമ്പറൈൻ്റെ അകത്ത് കൂടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡെറിവേഷനൊക്കെ ചെയ്തു, അതിൻ്റെ ഇക്വേഷനൊക്കെ കണ്ടുപിടിച്ചു, മോളാർ ഫ്ലക്സിൻ്റെ ഒക്കെ ഡിഫ്യൂഷനൊക്കെ ഇക്വേഷനൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ പരിപാടികളൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് സാധാരണ യൂണിവേഴ്സിറ്റിക്ക് ഡെറിവേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അറിയേണ്ടത് 2 ടൈപ്പ് ഓഫ് ഗ്യാസസ് ഉണ്ടാവും. 2 ടൈപ്പ് ഓഫ് ഗ്യാസസ് ഉണ്ടാവും. ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസും അടുത്ത കണ്ടെയ്നറിൽ അടുത്ത ഗ്യാസും ഉണ്ടാവും. അതിൻ്റെ ഓരോ സ്ഥലത്ത് ഓരോ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഉണ്ടാവും. ഇതിൻ്റെ മെമ്പറിന് സംഗതികളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഈ 2 ഗ്യാസും ഇപ്പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമ്മുടെ എയർ വാക്കിൻ്റെ ടെക്സ്റ്റിൽ ആകെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. കുറച്ച് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ഇക്വേഷനും നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ഇക്വേഷനും അതിൻ്റെ ഒരു എക്സാമ്പിളും ഒരു ഫിഗറും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബട്ട് യൂണിവേഴ്സിറ്റിക്ക് യൂഷ്വലി നമുക്ക് 5 മുതൽ 8 മാർക്കിന് വരെ ഈ സാധനങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ റെഫർ ചെയ്യേണ്ടത്, നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന PDF ആണ് റെഫർ ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് സ്റ്റഡി സ്റ്റേറ്റ് കിലോമോളാർ കൗണ്ടർ ഡിഫ്യൂഷനെ കുറിച്ച് ഒരു വളരെ നല്ലൊരു ഡെഫിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് കിലോമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ? നിങ്ങൾ ഫിഗർ ഇത് വരയ്ക്കാം, അല്ലാതെങ്കിൽ അത് വരയ്ക്കാം. അതിൻ്റെ അടിയിൽ ഗ്രേഡിയൻസിൻ്റെ ഫിഗർ ഇവിടെ നോക്കി വരയ്ക്കണം. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഗ്രേഡിയൻ്റെ ഫിഗറും കൂടി നോക്കിയിട്ടാണ് മാർക്ക് വരിക. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് എക്സാമിന് 5 മാർക്ക്, ഒരു 8 മാർക്ക് ഇതിന് വന്നു കഴിഞ്ഞാൽ 3 മാർക്ക് ഫിഗറിനുണ്ടാവും. 3 മാർക്കോ 2 മാർക്കോ ഫിഗറിനുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു സെക്ഷൻ ഇതും അടുത്ത സെക്ഷൻ അതിൻ്റെ മെയിൻ ഫിഗറാണ്. അപ്പോൾ ഈ 2 സെക്ഷനും കൂടി ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മുടെ എയർ വാക്കിൽ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കംപ്ലീറ്റ് കിട്ടിയെന്ന് വരില്ല. എനിവേ, ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ ഒട്ടുമിക്കവാറും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ, അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചിരിക്കണം 6th മോഡ്യൂൾ. അപ്പോൾ നോക്കാം, എന്താണ് ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ? ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചേംബറിൽ ആയിട്ട് നമുക്ക് ഗ്യാസുകളുണ്ട്. ഒരു ചേംബർ എയിൽ നമുക്ക് A എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ട്, B എന്ന് പറഞ്ഞ ചേംബറിൽ B എന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസുകൾ ഒരു പാത്തിൽ കൂടെ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. അങ്ങനെ അനുവദിച്ച് കഴിയുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റിലെത്തുമ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ബൈ ഡെഫിനിഷൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മോളിക്യൂൾ ഓഫ് A ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു മോളിക്യൂൾ ഓഫ് B അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മുന്നം. അതാണ് എൻ്റെ സംഗതി. അതായത് ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റും അങ്ങനത്തെ സാധനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. ബട്ട് അതുകൊണ്ടാണ് ഈ ക്രോസ് ചെയ്യുന്ന പോയിന്റ് കറക്റ്റ് മിഡിലല്ലാത്തത്. സെയിം മോളിക്കുലർ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കറക്റ്റ് സെൻറ്ററിൽ വരും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോളിക്യൂൾ ഓഫ് എയുടെ സൈഡിൽ നിന്ന് ബിയുടെ സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇപ്പോൾ ഇവിടെ ഒരു മോളിക്യൂൾ അപ്പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു മോളിക്യൂൾ ഇപ്പുറത്തേക്ക് വരും. അതാണ് ഇതിൻ്റെ സംഗതി. അതായത് ഈക്വൽ നമ്പർ ഓഫ് മോളാർ ഡിഫ്യൂഷൻ ആണ് വരിക. അതായത് ഒരു നമ്പർ ഓഫ് എക്സ് മോളിക്യൂൾസ് ഓഫ് എ ചേംബർ എയിൽ നിന്ന് ചേംബർ ബിയിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ബി ചേംബർ ബിയിൽ നിന്ന് ചേംബർ എയിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രിമിസ്. പക്ഷേ ഇതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കണം. ദെൻ ഇതിൻ്റെ മോളാർ ഫ്ലക്സിനുള്ള ഡിഫ്യൂഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇതിൻ്റെ സ്പെഷ്യൽ കേസാണ്, നല്ലൊരു സംഗതിയാണ്. അപ്പോൾ ഇതിൽ ഇടയിൽ മെമ്പറിന് സംഗതികളൊന്നുമില്ല. അപ്പോൾ ഇവിടെ രണ്ടും കൂടി കലർന്നൊരു ഗ്യാസ് ആയിരിക്കും ഈ 2 ചേംബറിലുള്ളത്. ചേംബർ എയിൽ എയുടെ പ്രസൻസ് ഉണ്ടാവും, ബിയുടെ പ്രസൻസ് ഉണ്ടാവും. ചേംബർ ബിയിൽ ബിയുടെ പ്രസൻസ് ഉണ്ടാവും, എയുടെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചേംബർ എയിൽ എയുടെ പാർഷ്യൽ പ്രഷർ ആയിരിക്കും നമുക്ക് നോക്കണ്ട. ദെൻ അതിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ചേംബർ ബിയിലും അതിൻ്റെ പാർഷ്യൽ പ്രഷറും അതിൻ്റെ കോൺസെൻട്രേഷനും ഉണ്ട്. ഇനി വേറെ സംഭവം, ഈ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഇടയിൽ മെംബ്രെയിനൊന്നും ഇല്ലാത്തത് കൊണ്ട്, 2 സാധനങ്ങളുടെ ഇടയിൽ മെംബ്രെയിനൊന്നും ഇല്ലാത്തത് കൊണ്ട് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ബൈ ഡാൽട്ടൺസ് ലോ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് സം ഓഫ് പാർഷ്യൽ പ്രഷർ ആയിരിക്കും. അതിലേക്കൊക്കെ നമുക്ക് എത്താം. എനിവേ,
ഇനി നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലുള്ളത്. ഇനി ഫിക്സ് ലോ ഇവിടെ നമ്മൾ എല്ലാത്തിലും തുടങ്ങുന്നത് ഫിക്സ് ലോയിൽ നിന്നാണ്. അപ്പോൾ ഫിക്സ് ലോ നമ്മൾ എടുത്തങ്ങോട്ട് എഴുതും. യൂസിങ് ഫിക്സ് ലോ നമുക്ക് മോളിക്കുലർ സ്പീഷീസിൻ്റെ മോളാർ ഡിഫ്യൂഷൻ റേറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് NA = MA/A = -DAB AGT/dPA/dx എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ പഠിച്ച സെയിം ഇക്വേഷൻസ് തന്നെയാണ്. അപ്പോൾ NA = DAB × ഏരിയ × DCA/dCx ഇത് തന്നെയാണ് നമ്മുടെ ഫിക്സ് ലോയിലും പറയുന്നത്. എല്ലാ ഫിക്സ് ലോയിലും കൊടുത്തേക്കുന്ന സെയിം ഇക്വേഷൻ. ഇവിടെ NA = എന്ന് എഴുതി, ഇവിടെ NA/A = എന്ന് എഴുതി, NA/A = എന്ന് എഴുതി. അപ്പോൾ DABയുടെ അവിടെ നിന്ന് മുകളിലുള്ള താഴോട്ട് വന്നു, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി MI/A എന്ന് പറയുന്നത് NAയുടെ ഒരു എന്താ പറയുക, NAയുടെ അടുത്ത വേറൊരു ഫോർമുലയാണ്. ഇനി ഇത് ഇങ്ങനെ കുറേ ഫോർമുല ഒരേ സാധനത്തിന് പല പല ഫോർമുല പല പല സ്ഥലത്തായിട്ട് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അങ്ങനെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഈ രണ്ട് ഫോർമുലയും, ഇവിടെ കാണുന്ന ഈ ഫോർമുലയും ഇപ്പുറത്ത് കാണുന്ന എയർവാക്കിൻ്റെ രക്ഷ കൊടുത്തേക്കുന്ന രണ്ട് ഫോർമുലയും എക്സാക്ട്ലി സെയിം സാധനങ്ങളാണ്. ഇനി ഇവിടെ ഇക്വമോളർ കൗണ്ടർ ഡിഫ്യൂഷൻ്റെ ഈ കൊടുത്തേക്കുന്ന ഫോർമുലയും സെയിം സാധനമാണ്. അപ്പോൾ അതെങ്ങനെയാണ്? NA/A എന്ന് പറയുന്നതിൻ്റെ ഈ എനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇനി ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C എന്ന് പറയുന്നത് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കുറച്ച് മുമ്പൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ കോൺസെൻട്രേഷൻ എന്ന് പറയണത് പുറത്തുണ്ടായിരുന്നല്ലോ, പ്രഷർ എവിടെ ഇക്വേഷൻ കാണാം. പ്രഷർ ബൈ GT ആണ്, പാർഷ്യൽ പ്രഷർ ബൈ GT ആണ്. GT എന്ന് പറയുന്നത് എന്താണ്? GT എന്ന് പറയുന്നത് G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, നമ്മൾ R ബാറിന്ന് എടുക്കുന്ന സാധനമാണ്. P/RT ആണ് സംഭവം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ബൈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇൻറ്റു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ അത് ഈ ഇക്വേഷനിൽ അങ്ങോട്ട് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ആണ്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻഷ്യൽ പ്രഷറാണ് നോക്കുക. അപ്പോൾ DPA/ എന്തിട്ടാണ് അതിൻ്റെ ഇടയിൽ വരിക? GT എന്ന് വരും. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഫിക്സിലോടെ വേറെ ഇത് സെയിം ഫിക്സിലോ നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി മറിച്ച് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. ഇനി ഇതെന്ന് പറയുന്നത് പക്ഷേ ഫൈനൽ ഇക്വേഷൻ കേട്ടോ, അതിലേക്ക് നമുക്ക് പോകണ്ട, അതവിടെ കിട്ടെ. ഇനി നോക്കി NA = -DAB ഫിക്സ് ലോയിൽ പറയുന്നത് -DAB × DC/dx ആണ് നമ്മുടെ ഒറിജിനൽ ഫിക്സ് ലോ. അതിന് സീനെ നമ്മൾ Pന്റെ ടേംസിലേക്ക് P/GT എന്നുള്ള ടേംസിലേക്ക് എഴുതുമ്പോൾ P എന്ന് പറയുന്നത് DCA/dx ആണ് പറയുന്നത്. അപ്പോൾ ഡിയിൽ CA = P/GT വരും. അപ്പോൾ ജിയും ടിയും കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അത് രണ്ടും പുറത്തേക്ക് വരും. അപ്പോൾ DPA/dx എന്ന് വരും. അങ്ങനെയാണ് ഈ ഫിക്സ് ലോയുടെ ഈ ടൈമിലേക്ക് വരണം, ഓർത്ത് വെച്ചേക്കാം. ഇനി ഇത് രണ്ടും നമ്മൾ ഇത് നോക്കിയേ, എയുടെ കേസ് പറയുമ്പോൾ NA എന്ന് പറയുന്ന സ്പീഷീസിന്റെ മോളാർ ഫ്ലക്സ്, മോളാർ ഡിഫ്യൂഷൻ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ = -DAB A/GT × dPA/dx എന്നാണ്. അതിൻ്റെ അകത്ത് DA ഈ മൈനസ് എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതുകൊണ്ട്. ഇനി DAB എന്ന് പറയാൻ കാരണം എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് DAB എന്ന് പറയുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതിന്റെ ഡിഫ്യൂഷൻ കോഫിഷ്യന്റ് ആണ് അത്. DBA എന്ന് പറയുന്നത് അത് ഈക്വൽ ആവണമെന്നില്ല. ഇത് NBയുടെ കേസ് എന്ന് പറയുമ്പോൾ -DBA × A/GT dPB/dx എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് DBA എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്ക് പോകുന്നതിന്റെ ഡിഫ്യൂഷൻ കോഫിഷ്യന്റ് ആണ്. അത് രണ്ടും നമ്മുടെ കൗണ്ടർ ഡിഫ്യൂഷന്റെ കേസിൽ, ഇക്വമോളർ കൗണ്ടർ ഡിഫ്യൂഷന്റെ കേസിൽ രണ്ട് ഈക്വൽ ആയിട്ട് വരും. അത് ഡിറൈവ് ചെയ്തതാണ് നമ്മുടെ ഇപ്പോഴത്തെ പണി. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാൻ വലിയ മെനക്കേടൊന്നുമില്ല, സംഭവം സിമ്പിളാണ്. എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി പാർഷ്യൽ പ്രഷേഴ്സിന്റെ കേസ് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാഫിലൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പ്ലസ് ടു പഠിച്ച ആ സാധനം ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് ടോട്ടൽ പ്രഷർ = സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. അതായത് ടോട്ടൽ പ്രഷർ P = സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് PA + PB. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ രണ്ടിനെയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ dP/dx = dPA/dx + dPB/dx എന്ന് വരും. ഇനി അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ വ്യത്യാസപ്പെടില്ല, രണ്ടിൻ്റെ പ്രഷർ അപ്പുറത്ത് ഇപ്പുറത്ത് സെയിം ആണ്.
ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് വ്യത്യാസപ്പെടില്ല, പാർഷ്യൽ പ്രഷറാണ് വ്യത്യാസപ്പെടുന്നുള്ളൂ. അപ്പോൾ dp/dx എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റിനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണ പോലെയാണ് ഈ LHSലെ ടേം എടുക്കുക. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്താവും, 0 ആയി പോകും. അപ്പോൾ dpa/dx പ്ലസ് dpb/dx ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും, dpa/dx എന്ന് പറയുന്നത് മൈനസ് dpb/dx ആണ്, ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റിന്റെ കണ്ടീഷൻസിൽ മോളാർ ഫ്ലക്സിന്റെ കേസ് എടുക്കുക. നമ്മൾ ഈ റിലേറ്റീവ് ടു സ്റ്റേഷനറി കോർഡിനേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടിന് ടോട്ടൽ മോളാർ കോൺസെൻട്രേഷൻ, മോളാർ ഫ്ലക്സ് എന്ന് പറയുന്നത് Na പ്ലസ് NB എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിലാകുമ്പോൾ ടോട്ടൽ അപ്പുറത്തുള്ള മോളിക്യൂൾസ് പ്ലസ് ഇപ്പുറത്തുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമുക്ക് വേറെ സംഗതികളൊന്നും വന്നില്ലല്ലോ, വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, ബൈനറി മിക്സ്ചറാണ്. അപ്പോൾ Na പ്ലസ് NB രണ്ടിൻ്റെ മോളാർ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് ഇക്വിമോളർ കൗണ്ടർ ഡിഫ്യൂഷൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും, Na ഈസ് ഈക്വൽ ടു മൈനസ് NB എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ NBയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, NBയുടെ ഇക്വേഷനിൽ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്നയുടെ ഇക്വേഷനാണ്, അത് നേരെ അവിടെ കൊണ്ടുപോയി കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് Na ഈസ് ഈക്വൽ ടു മൈനസ് NB എന്ന് വരും. അപ്പോൾ മൈനസ് DAB A/GT dPA/dx നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ 1.35 അതിവിടെ കൊടുക്കുക. മൈനസ് NB എന്ന് പറയുമ്പോൾ മൈനസ് പോവും, മൈനസ് DBA A/GT ഇൻറ്റു dPB/dx ഈ ഇക്വേഷൻ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ PAനെ അല്ലെങ്കിൽ PBനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് PBനെ മാറ്റിയിട്ട് PA ആക്കി എന്നുള്ളൂ. അപ്പോൾ PB ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നോക്കി, മൈനസ് dPB/dx എന്ന് പറയുന്നത് എന്താണ്, dPB/dx എന്ന് പറയുന്നത് മൈനസ് dPA/dx ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് മൈനസ് വന്നു, അപ്പോൾ മൈനസും മൈനസും വെട്ടിപ്പോയി, രണ്ടിൻ്റെ dPA/dxും വെട്ടിപ്പോയി, A/GT വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വരും, DAB ഈസ് ഈക്വൽ ടു DB എന്ന് വരും. അതായത് രണ്ടും ഈക്വലാണ്. അപ്പോൾ അതിനെ നമ്മൾ D എന്ന് വിളിക്കും, ഡിഫ്യൂഷൻ കോഫിഷ്യന്റ് രണ്ട് സൈഡിൽ ഈക്വൽ ആണെന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഡെറിവേഷൻ്റെ ഇൻഫറൻസ്. ഫോർ ഇക്വിമോളർ കൗണ്ടർ ഡിഫ്യൂഷൻ ദി ഡിഫ്യൂഷൻ കോഫിഷ്യന്റ് ഓഫ് ഗ്യാസസ് കമ്പോണന്റ് A ഇൻറ്റു diffusion coefficient of component B is equal to diffusion coefficient of A for diffusion of gases component into ഇത്. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിഫ്യൂഷൻ കോഫിഷ്യന്റും ബിയിൽ നിന്ന് എയിലേക്കുള്ള ഡിഫ്യൂഷൻ കോഫിഷ്യന്റ് രണ്ട് സെയിം ആയിരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ഡിഫ്യൂഷൻ കോഫിഷ്യന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 1.35 എന്ന് പറഞ്ഞ 1.4 എന്ന് പറഞ്ഞ ഇക്വേഷൻ കുറച്ച് മുകളിൽ കിടക്കുന്നുണ്ട്. അത് നോക്കിയില്ലെങ്കിലും വേണ്ടിയില്ലാത്ത ഡേറ്റ ബുക്കിൽ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഡേറ്റ ബുക്കിൽ നമ്മുടെ ഈ മാസ് ട്രാൻസ്ഫറിൻ്റെ ഭാഗത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഈ 1.35 ഈ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ Na is equal to Ma/A മൈനസ് D ഇൻ്റഗ്രേറ്റ് ഫ്രം 1 to 2 ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ സെക്ഷൻ മുതൽ ആ സെക്ഷൻ വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിയും DAB DB എന്നൊന്നും നമ്മൾ സെപ്പറേറ്റ് പറയേണ്ട കാര്യമല്ലോ, അത് സെയിം ആണ്. അപ്പോൾ D എന്ന് മാത്രമേ എടുക്കണുള്ളൂ. ദെൻ A/GT കോൺസ്റ്റൻ്റ് ആണ്, ഡിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1 to 2 dPA/dx എന്ന് വരും. അപ്പോൾ Na is equal to Ma/A. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് എന്ത് വരും, ജസ്റ്റ് അതിൻ്റെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുക്കാം. അപ്പോൾ PA1 മൈനസ് PA2/x2 മൈനസ് x1 എന്ന് പറയും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ ബിയുടെ കേസിലാവുമ്പോൾ നമുക്ക് PB1 മൈനസ് PB2/x1 മൈനസ് x2 എന്ന് വരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇക്വിമോളർ കൗണ്ടർ ഡിഫ്യൂഷനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഒരു എക്സാമ്പിളും നമ്മുടെ പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ അകത്ത് യൂഷ്വൽ എക്സാമ്പിളായിട്ട് പറയാം, ഡിസ്റ്റിലേഷൻ ഓഫ് 2 constituents whose latent heat of vaporization are essentially equal എന്നുള്ളത്. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വിമോളർ കൗണ്ടർ ഡിഫ്യൂഷനിൽ നിന്ന് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, അത് നമുക്ക് എത്തുമ്പോൾ പറയാം. അപ്പോൾ ഇതാണ് ഇക്വിമോളർ കൗണ്ടർ ഡിഫ്യൂഷനെ കുറിച്ച് പറയാനുള്ളത്.